എല്ലാ കൂട്ടുകാരോടും ആദ്യമേ തന്നെ വലിയൊരു സോറി. മനഃപൂർവ്വം കഥ വൈകിച്ചതല്ല. ഇതിനകത്ത് കഥയിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ്. അത് ശരിയായി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ കഥ മുടങ്ങില്ല കേട്ടോ. അപ്പോൾ കഥയിലേക്ക്. മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. സതിക്കപ്പോഴേക്കും ഒരു ഫോൺ വന്നു. അതുകൊണ്ട് തന്നെ ചക്കയിടാൻ പോയ കാര്യവും വീണതുമൊക്കെ വിശദീകരിച്ചു കൊടുത്ത് ശ്രീധരൻ മാമനായിരുന്നു. പൂവ് പറഞ്ഞിട്ടാണോ ചക്കയിടാൻ പോയത്? അവിശ്വാസത്തോടെയായിരുന്നു ഹരിയുടെ ചോദ്യം. എന്റെ ഹരിമോനെ, ഈ ശ്രീധരേട്ടൻ പറയുന്ന പോലെ ഒന്നുമല്ല. അപ്പോഴേക്കും ഫോൺ വെച്ച് സീത അതിനിടയിലേക്ക് കയറി. ഇവിടുന്ന് 2 വീടിനപ്പുറത്തുള്ള എന്റെ കുടുംബശ്രീയിലെ സുമ എന്നൊരുത്തിയുണ്ട്. അവൾ ഇന്ന് ഒരു തുണ്ട് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം തേൻവരിക്ക. കൊച്ചി ഇവിടെ ഉണ്ടായതുകൊണ്ട് വൈകുന്നേരം അതിന് ചക്കയപ്പം കൊടുക്കാലോ എന്ന് കരുതി ഞാൻ അപ്പൊ തന്നെ അത് വെട്ടിപ്പറിച്ച് അതിൽ നിന്നൊരു കഷ്ണം അവൾക്ക് തിന്നാൻ കൊടുത്തുകൊണ്ട് ബാക്കി പണി തുടങ്ങി. പിന്നെയൊക്കെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ മോനെ. ഞാൻ അപ്പത്തിന് മാവെല്ലാം നന്നാക്കി അതിലേക്ക് വേണ്ട നാളികേരവും ചിരകി തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടല്ലോ, സ്ലാബിൽ കയറിയിരുന്ന് ആശാട്ടി എപ്പോഴാണെന്നറിയത്തില്ല മോനെ എന്റെ അടുത്തിരുന്ന ചക്ക എടുത്തുകൊണ്ട് പോയത്. എന്തായാലും അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ കുറെ കുരുവല്ലാതെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. താടിക്ക് കയ്യും കൊടുത്തവര് പറയുന്ന കഥ അതേ ഇൻട്രസ്റ്റോടെ കേൾക്കുകയായിരുന്നു 3 പേരും. അതിലിരുന്ന് ചക്ക എന്തേ പൂവേന്ന് ചോദിച്ചപ്പോൾ അവളുണ്ടല്ലോ, ഡ്രസ്സ് പൊക്കി ഉണ്ണിക്കുമ്പ കാണിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എന്നെ നോക്കി ചിരിച്ചു നിന്നു. എന്നിട്ട് സീതമ്മേന്ന് നീട്ടിയൊരു വിളിയും. സത്യം പറയാലോ ഹരി, അവളുടെ ആ കൊഞ്ചിയുള്ള വിളി കേട്ടപ്പോഴുണ്ടല്ലോ, ചക്കയല്ല, ഞാൻ വേണമെങ്കിൽ ഈ വീട് പോലും അവളുടെ പേരിൽ എഴുതി കൊടുത്തേനെ. അത്രയ്ക്കും സ്നേഹത്തോടെയാ പൊന്നു എന്നെ വിളിച്ചത്. ആ നിമിഷം ഓർമ്മ വന്ന പോലെ സീതയുടെ മുഖം പുഞ്ചിരിയിൽ വിടർന്നു. എന്തായാലും ഇനി ചക്കയുടെ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് ആ നിമിഷം എനിക്ക് മനസ്സിലായി. എങ്കിൽ പിന്നെ ഉള്ള നാളികേരത്തിൽ ശർക്കരയും പഞ്ചസാരയും വെച്ച് അട പുഴങ്ങാമെന്ന് കരുതിയതുമല്ല. പെണ്ണ് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തുള്ളൽ തുടങ്ങി. അവക്ക് ഇനിയും ചക്ക വേണമെന്ന് പറഞ്ഞിട്ട്. കുറെയൊക്കെ ഞാൻ സമാധാനിപ്പിക്കാൻ നോക്കി മോനെ. പക്ഷെ എവിടെ, അമ്പിനും വില്ലിനും അടുക്കണ്ടേ. കഴിഞ്ഞ ദിവസം തൊടിയിന്ന് കയറി വന്നപ്പോൾ ശ്രീധരേട്ടൻ ചക്ക വിളഞ്ഞു പഴുത്തു കിടക്കുന്നു പറഞ്ഞതാ അപ്പൊ ഓർമ്മ വന്നത്. എങ്കിൽ പിന്നെ അതൊരെണ്ണം ഇട്ട് നോക്കാമെന്ന് കരുതി കുഞ്ഞി പെണ്ണിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അപ്പുറത്ത് കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ ചക്ക ഇടാൻ പോയ പോക്കാണ്. സാധാരണ ഞാൻ ചക്കയൊക്കെ ഇടാൻ പോകുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ. പിന്നെ ചക്കയിടാൻ പോകുന്ന ആള്. ശ്രീധരൻ പെട്ടെന്ന് അവരുടെ സംസാരത്തിന്റെ ഇടയിൽ കയറി. എന്റെ പൊന്ന് ഹരി, അവൾ ഇവിടെ കെട്ടിക്കയറി വന്നതിന് ശേഷം ആ പറമ്പിൽ പോയി ചക്കയോ മാങ്ങയോ ഇന്ന് വരെ ഇവളിട്ടിട്ടില്ല. ഇതൊക്കെ അടത്താൻ ഒന്നെങ്കിൽ ആള് വരും, അല്ലെങ്കിൽ ഞാൻ അടത്താൻ പോകുമ്പോൾ കൂട്ടുവരും. അങ്ങനെയുള്ളവളാണ് ചക്കയിടാൻ പോയ പാരമ്പര്യം പറയുന്നേ. ശ്രീധരന്റെ ശബ്ദം ഉയർന്നതും അവരുടെ മുഖം കുനിഞ്ഞു. അത് കണ്ടതും ഹരിക്കും സങ്കടമായി. അതൊക്കെ പോട്ടെ ശ്രീധരേട്ടാ, ഇതിപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എന്തു പറഞ്ഞു? എന്തു പറയാനാ, വീണെടുത്ത് വേദനയുണ്ട്. അതിനൊരു 7 ദിവസത്തെ തടവാണ് വൈദ്യുതി പറഞ്ഞേക്കുന്നത്. ഒപ്പം കുറെ മുന്നേ പറഞ്ഞ വേറെ എന്തൊക്കെയോ മരുന്നും കാര്യങ്ങളും ധാരയും ഒക്കെയുണ്ട്. പണ്ടേ നടുവേദനയുള്ളവളാണ്. അന്ന് ഈ വൈദ്യനെ കണ്ടപ്പോൾ പറഞ്ഞതാണ് 7 ദിവസത്തെ ഒഴിച്ചിൽ വേണമെന്ന്. പക്ഷെ ഇവള് കേൾക്കണമല്ലോ. ഇത്രയും ദിവസം പലതും പറഞ്ഞ് ഒഴിഞ്ഞു നടക്കുകയായിരുന്നു. എന്തായാലും ഇന്നത്തോടെ വൈദ്യർ നല്ല പിടി പിടിച്ചിട്ടുണ്ട്. കാർക്കശ്യത്തോടെയാണ് ഭാര്യയെ നോക്കി ഓരോന്ന് പറയുന്നതെങ്കിലും അയാളുടെ വാക്കുകളിൽ തുളുമ്പി നിൽക്കുന്ന സ്നേഹം ഹരിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ എപ്പോഴാണെന്നറിയില്ല, മാഷ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. പൂവിനെയും മണിക്കുട്ടിയെയും തപ്പി ഇറങ്ങിയ ആള് ഹാളിലും വരാന്തയിലും ഒക്കെ നോക്കിയെങ്കിലും അവിടെയെങ്ങും 2 പേരെയും കണ്ടില്ല. അവിടുന്ന് നേരെ അദ്ദേഹം അടുക്കളയിലേക്ക് ചെന്നതും കാണുന്നത് ചറ പറന്ന് മണിക്കുട്ടിയെ തല്ലുന്ന പൂവിനെയാണ്. നീ കല്ലിയാ, കല്ലി, എന്നെ പറ്റിച്ചെന്നോ? പാതി മുറിഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മണിക്കുട്ടിയെ തല്ലുന്നവളെ കണ്ടതും മാഷ് ദേഷ്യത്തിൽ പൂവിന്റെ പേരെടുത്തു വിളിച്ചു. പൂവേ! ഒപ്പം അവളെ ഓടിപ്പോയി എടുത്തെങ്കിലും മണിക്കുട്ടിയുടെ മുടിയായിരുന്നു പെണ്ണിന്റെ 2 കൈയിലും. പൂവേ, മുടിവിട്. ഇല്ല, ഇവള് കല്ലിയാ മുത്തശ്ശ. ദേഷ്യം തീരാതെ പെണ്ണ് പിന്നെയും എത്തിക്കൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് വലിക്കുകയാണ്. പൂവേ, മുത്തശ്ശന്റെ തല്ല് കിട്ടുന്നതിന് മുന്നേ നീ മുടി വിടുന്നുണ്ടോ? അദ്ദേഹം കൂടി ഒച്ചയെടുത്തതും പൂവിന്റെ കാറിൽ ഉച്ചത്തിലായി. ആ ഒരു ഒച്ച കേട്ടാണ് ശ്രീധരനും ഹരിയുമൊക്കെ അവിടെ കോടിയെത്തുന്നത്. പാഞ്ഞു പിടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ ഹരി കാണുന്നത് കുഞ്ഞിനെ വലിച്ചെടുക്കുന്ന അച്ഛനും പൂവിന്റെ കയ്യിലിരിക്കുന്ന ഒരു കെട്ട് മുടിയിൽ കുനിഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു പെൺകുട്ടിയെയുമാണ്. പൂവേ!
മോനെ ഇവളുടെ കയ്യിൽ നിന്നും മുടി പിടിച്ചു മാറ്റിയേ. മാഷ് പറഞ്ഞതും ഹരി ഓടി വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പൂവിനെ വലിച്ചെടുത്തുകൊണ്ട് അവളുടെ രണ്ട് കൈയിലും നല്ല രണ്ടടി കൊടുത്തു. ദേഷ്യത്തിൽ കൊടുത്ത അടി ആയതുകൊണ്ട് തന്നെ കുഞ്ഞിന് നല്ലോണം വേദനിച്ച് അവളുടെ കൈ രണ്ടും അയഞ്ഞുപോയി. എന്താച്ചാ, ആരാ ഇത്? ഇത് കല്ലിയാ അരി. വലിയ വായിലെ കരയുന്നതിനിടയിലും മുന്നിൽ നിൽക്കുന്നവളെ ചൂണ്ടിക്കാണിച്ച് പൂവ് അലറി. കല്ലിയോ? അതാരാണെന്നുള്ള നോട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും ഹരി ശരിക്കും പതറിപ്പോയി. അതേസമയം പൂവിന്റെ മുടിയിൽ പിടിച്ചുള്ള വലിയിലുണ്ടായ വേദനയും അതുവരെ ആഹാരം കഴിക്കാതിരുന്നതിന്റെ ക്ഷീണവും എല്ലാത്തിലും ഉപരി മുന്നിൽ ഹരിയെ കണ്ട വെപ്രാളവും ഒക്കെ കൂടി ആയതും മണിക്കുട്ടിയുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറി. അവനെ നോക്കിക്കൊണ്ട് തന്നെ പെണ്ണ് കുഴഞ്ഞു വീഴാൻ തുടങ്ങിയതും വലതു കൈയിൽ പൂവിനെ വെച്ചുകൊണ്ട് തന്നെ ഇടതു കൈയിൽ ഹരി അവളെ വീഴാതെ താങ്ങിപ്പിടിച്ചു. കുഞ്ഞല്ലേ 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 എന്ന് കരുതി നിന്റെ വാശിയൊക്കെ സാധിച്ചു തന്നപ്പോൾ നിനക്ക് ഇത്ര അഹങ്കാരമോ? കയ്യിലിരുന്ന കുഞ്ഞീർക്കിൾ കൊണ്ട് അടുത്ത അടിയും മോളെ അവൻ അടിച്ചിരുന്നു. അവളാണെങ്കിൽ അതിനനുസരിച്ച് കാറിക്കൂവി കരയുകയാണ്. ഇതിപ്പോൾ 4-5 അടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായാണ് ഹരി പൂവിനെ ഇത്രയും ദേഷ്യത്തിൽ തല്ലുന്നത്. അതൊക്കെ കണ്ടു നിന്നിട്ടും ആദ്യമായിട്ടാണ് താനും അതിന് കുടപിടിക്കാൻ പോകാത്തത്. മുത്തശ്ശാ, മുത്തശ്ശാ. ഓരോ തവണയും കുഞ്ഞിപ്പെണ്ണ് തന്റെ നേരെ കൈനീട്ടി കരയുന്നത് കാണുമ്പോൾ ചങ്കു പിടയുന്നുണ്ട്. ജനിച്ചപ്പോൾ മുതൽ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന കുഞ്ഞ. ഇന്ന് വരെ ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടില്ല. അമ്മയില്ലാത്ത കുഞ്ഞായതുകൊണ്ട് തന്നെ അവക്കൊരു സങ്കടം വരരുതെന്ന് കരുതി ഇന്ന് വരെയുള്ള അവളുടെ എല്ലാ വാശികളും അംഗീകരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇടയ്ക്കെങ്കിലും അവള് വാശി കൂടുന്നത് കാണുമ്പോൾ ഹരി പെണ്ണിനെ എന്തെങ്കിലും ചെയ്യാൻ പോയാലും അതിനിടയിൽ കയറി ഹരിയെ വഴക്ക് പറഞ്ഞ് താൻ മോളെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇന്ന് വരെ തങ്ങൾ 3 പേർ മാത്രമായി ഉണ്ടായിരുന്ന ലോകത്ത് അതൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പം മോള് കൂടുതൽ ആൾക്കാരുമായി ഇടപെട്ടു തുടങ്ങിയപ്പോഴാണ് അവളുടെ വാശിയൊക്കെ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മണിക്കുട്ടിയുടെ മുടി രണ്ടും ചുരുട്ടി പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ എത്രയൊക്കെ വിചാരിച്ചിട്ടും അവളുടെ കൈ പിടിച്ചു മാറ്റാൻ പറ്റിയില്ല. അതിനുമപ്പുറം അവളെ തല്ലാൻ വേണ്ടി പിന്നെയും പിന്നെയും പെണ്ണ് കാണിച്ച വാശി. മാഷിന്റെ മനസ്സാകെ ചത്തു. ഇനി മുതൽ ഈ വീട്ടിൽ നിന്നാൽ മതി, നീ ഒരിടത്തും പോകണ്ട. നോക്കട്ടെ നിന്നെ എനിക്ക് നന്നാക്കാൻ പറ്റുമോന്ന്. കയ്യിലിരുന്ന ഈർക്കിലി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഹരി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. മുത്തശ്ശ, പൂവിനെ ഏക്ക്. ഏങ്ങലടിച്ച് കരഞ്ഞു കരഞ്ഞ് ശബ്ദമില്ലാത്ത കുഞ്ഞ് വയ്യാതെ നടന്നുവന്ന് കൈമളി മാഷിന്റെ മുന്നിൽ കൈ നീട്ടിയതും നെഞ്ചു പിളർന്ന് കരയുന്ന പോലെ മാഷ് കുഞ്ഞിനെ കൈകളിൽ കോരിയെടുത്ത് തുരുതുരെ ചുംബിച്ചുകൊണ്ട് വലിയ വായിലെ കരഞ്ഞു. ഇതേ സമയം പുറത്തേക്ക് ഇറങ്ങിപ്പോയവനും ചങ്കുപൊട്ടി കരയുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു രണ്ടുപേരും ഇങ്ങനെയൊരു സാഹചര്യം കടന്നു പോകുന്നത്. പക്ഷേ ഇന്നും കാണിച്ച വാശി, അതും മോളുടെ, അതിനെ ഇനിയെങ്കിലും തടയിട്ടില്ലെങ്കിൽ കുഞ്ഞ് വല്ലാണ്ട് കൈവിട്ടു പോകും എന്നുള്ള മനസ്സിന്റെ വെപ്രാളം, പേടി, അതൊക്കെ കൊണ്ടാണ് ദേഷ്യത്തിന് അത്രയുമൊക്കെ തല്ലിയത്. ഈർക്കിലി കൊണ്ടാണ് തല്ലിയതെങ്കിലും വെളുത്ത കാൽത്തുടയിൽ 3-4 വരകൾ കണ്ടുകൊണ്ടാണ് മാഷ് അവരുടെ മെല്ലെ ഒന്ന് തൊട്ടത്. തൊടല്ലേ, വേദനിച്ചു. കയ്യിൽ കോരിയെടുത്തവൾ വീണ്ടും കണ്ണു നിറച്ച് കരഞ്ഞു. പോട്ടെ, മുത്തശ്ശൻ മരുന്ന് വെച്ച് തരാം. കരഞ്ഞതുകൊണ്ട് തന്നെ മോളെ കൈകളിൽ കോരിയെടുത്ത് അദ്ദേഹം അവിടെ മെല്ലെ ഊതി. അരി തല്ലി മുത്തശ്ശ. അത് പൊന്ന ചേച്ചിയെ ഒരുപാട് തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടല്ലേ. അവള് കല്ലിയാ മുത്തശ്ശ. കരയുന്നതിനിടയിലും അവളുടെ മുഖം കടുത്തു. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, ആ ചേച്ചി പാവമല്ലേ. പാവ അല്ല മുത്തശ്ശ, അവള് കല്ലിയാ. അപ്പോഴേക്കും അവളുടെ സ്വരമെല്ലാം അടച്ചിരുന്നു. പോട്ടെ, മുത്തശ്ശന്റെ പൊന്ന്, ഇനി മേലിൽ ആരെയും ഇങ്ങനെ തല്ലുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. മടിയിലേക്ക് കൊണ്ടുവന്നിരുത്തി ലാക്ടോ കലാമിന്റെ ലോഷൻ മെല്ലെ കാലിൽ ഇട്ടുകൊടുത്തുകൊണ്ട് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്നും വീണ നിർത്തിയുള്ളിലായിരുന്നു അവളുടെ തുടയിൽ ആദ്യം പതിച്ചത്. മുത്തശ്ശ കരയില്ലേ, പോത്തെ, പൂവേ സ്ട്രോങ്ങാ. മാഷിന്റെ 2 കണ്ണും തുടച്ചു കൊടുത്തുകൊണ്ട് പറയുമ്പോൾ കുഞ്ഞിനെ മാറോടടക്കി പിടിച്ച് തന്റെ സങ്കടം അത്രയും കരഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു മാഷ്. മുത്തശ്ശനറിയാം മുത്തശ്ശന്റെ പൊന്ന് സ്ട്രോങ് ആണെന്ന്. അദ്ദേഹം ചേർത്തു പിടിച്ച പോലെ തന്നെ അവളും ആ കഴുത്തിലൂടെ മുത്തശ്ശനെ ചേർത്ത് പിടിച്ചു. ഇത്തിരി നേരമെടുത്തു മാഷിന് ഒന്ന് ഓക്കെ ആവാൻ. അപ്പോഴേക്കും കുഞ്ഞി പിന്നെയും ഓരോന്നോർത്തെടുത്ത് കരയാൻ തുടങ്ങി. അരി എന്നെ തല്ലി മുത്തശ്ശ. ഇത്തിരി ഒന്ന് സമാധാനമായതും പെണ്ണ് പിന്നെയും പറഞ്ഞുകൊണ്ട് വിതുമ്പി. അടി കിട്ടിയ വേദനയിലും അധികം ഹരി അവളെ തല്ലിയതാണ് പെണ്ണിനെ കൂടുതൽ വിഷമിപ്പിച്ചതെന്ന് ഈ നേരം കൊണ്ട് മാഷിനും മനസ്സിലായതാണ്. പക്ഷെ ഇന്നിപ്പോ അവനെ ഒന്നിന്റെ പേരിലും വഴക്ക് പറയാൻ പറ്റില്ല. അറിയാം ഈ നേരം എവിടെയെങ്കിലും ചെന്നിരുന്ന് താൻ കരയുന്നതിലും അധികം നെഞ്ചുപൊട്ടി കരയുന്നുണ്ടാകുമെന്ന്. ആദ്യമായിട്ടല്ലേ കുഞ്ഞിനെ ഇങ്ങനെ തല്ലുന്നത്.
അതും ഇത്രയും ദേഷ്യത്തിൽ. പിന്നെയും മോൾ എന്തൊക്കെയോ പരാതി പറഞ്ഞു. അവസാനം കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന്റെ മടിയിൽ തന്നെ കിടന്നുറങ്ങി. കുഞ്ഞ് നല്ലോണം ഉറങ്ങിയെന്ന് കണ്ടതും മാഷ് അവളെയും എടുത്തുകൊണ്ട് ഹരിയുടെ മുറിയിലേക്ക് പോയി. ചെല്ലുമ്പോൾ കണ്ണുകൾക്ക് മുകളിൽ കൈയും വെച്ച് അവൻ ആ കട്ടിലിൽ കിടപ്പുണ്ട്. അവൻ ഉണർന്നു കിടക്കുകയാണെന്നറിഞ്ഞിട്ടും മെല്ലെ ഒന്ന് തട്ടി നീക്കുക പോലും ചെയ്യാതെ മാഷ് കുഞ്ഞിനെ അവൻ അരികിലേക്ക് കിടത്തി അവിടെ നിന്നും ഇറങ്ങി. വാതിലോളം എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കാണുന്നത് കുഞ്ഞിനെ പെണ്ണിനെ നെഞ്ചിലേക്ക് എടുത്തി കിടത്തിക്കൊണ്ട് കരയുന്ന മകനെയാണ്. സങ്കടം കരഞ്ഞു തന്നെ തീർക്കട്ടെ, എന്നിട്ട് അവൻ സ്വസ്ഥമാകട്ടെ എന്ന് കരുതി അദ്ദേഹം വന്ന് സെറ്റിയിലേക്കിടുന്നു. ഏറെ നേരം കഴിഞ്ഞതും തന്റെ തൊട്ടടുത്ത് വന്ന് തോളിലേക്ക് ചായുന്ന മകനെ കണ്ടതും അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ ഞാൻ എന്റെ മോളെ ഒരുപാട് തല്ലി അല്ലേ അച്ഛാ? ഉം എന്റെ കുഞ്ഞിന് ഒരുപാട് നൊന്തിട്ടുണ്ടാകുമല്ലേ? ഉം എന്താ അച്ഛാ മോളിങ്ങനെ? അവൾക്ക് ഇത്രയും ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നോ? അവൾ നല്ല മോളാണ് ഹരി. നമ്മൾ അവളെ വിളിക്കുന്ന പോലെ അത്രയും നിഷ്കളങ്കമായ ഒരു പൊന്ന്. പക്ഷെ അച്ഛാ, ഞാൻ പറഞ്ഞു തീർന്നില്ല ഹരി. നീ ചോദിച്ചില്ലേ നമ്മുടെ കുഞ്ഞെന്താ ഇങ്ങനെയെന്ന്? അതിനുള്ള ഉത്തരം നമ്മൾ തന്നെയല്ലേടാ പറയേണ്ടത്. ഇത്തിരിയില്ലാത്ത മോള് ആദ്യം മുതൽ കാണിച്ച എല്ലാ ദേഷ്യവും വാശിയും ഒക്കെ അംഗീകരിച്ചു കൊടുത്ത് നമ്മളല്ലേടാ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ വഷളാക്കിയത്. എന്നിട്ടിപ്പോ അവള് വാശി കാണിക്കുമ്പോൾ നമ്മൾ തന്നെ അവളെ തല്ലുന്നു. അയാളുടെ മുഖത്ത് സ്വയം തെറ്റ് ചെയ്ത ഭാവമായിരുന്നു. അച്ഛാ, അത് നമ്മള് അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്ന് കരുതി അവൾ കാണിക്കുന്നതും പറയുന്നതുമൊക്കെ നമ്മളല്ലേടാ മോനെ കണ്ടില്ലെന്ന് നടിച്ചേ. എന്നിട്ടിപ്പോ അവൾ ഇങ്ങനെയൊക്കെ ആയതിന് കുഞ്ഞിനെ എന്തിനാ കുറ്റം പറയുന്നേ? ഇതൊക്കെ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ? മാഷിന്റെ ആ ചോദ്യത്തിൽ അവന്റെ മനസ്സും ഒന്ന് ഞെട്ടി. സത്യമാണ് ആ പറഞ്ഞതെല്ലാം. അപ്പോ അച്ഛാ? ആ വിളിയിൽ വല്ലാത്തൊരു ആകുലതയുണ്ടായിരുന്നു. നീ എന്തിനാണ് ചെറുക്കെ ഇങ്ങനെ പേടിക്കുന്നത്? ഒന്നുമല്ലെങ്കിലും ഇത്തിരി പോന്ന പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു മാഷല്ലേ നീ? ആ നിനക്കാണോ സ്വന്തം മോളെ നേരെയാക്കാൻ പറ്റാത്തത്? കവിളിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് മാഷ് എഴുന്നേറ്റു. നമ്മൾ അപ്പോൾ ശ്രദ്ധിച്ചാൽ മോളുടെ ദേഷ്യവും വാശിയൊക്കെ മാറുമായിരിക്കും അല്ലേ അച്ഛാ? അപ്പോഴും അവന്റെ മനസ്സിൽ നിന്ന് കാർമേഘം വിട്ടൊഴിഞ്ഞിരുന്നില്ല. മാറാതെ പിന്നെ? അത് പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ന് നീ തല്ലി തീർത്ത പോലെ ഒന്നും മാറ്റാൻ ശ്രമിക്കരുത്. ഇത്രയും വർഷമെടുത്ത് നമ്മൾ രണ്ടും കൂടി നശിപ്പിച്ച കുഞ്ഞല്ലേ. അതുകൊണ്ട് ഇത്തിരി അധിക നേരമെടുത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നല്ല പൂവ് പോലെയാക്കാം. അതിനാദ്യം നിന്റെ ഈ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന സ്വഭാവം ഒന്ന് മാറ്റണം. കുഞ്ഞിനോടാണെങ്കിലും ദേഷ്യം വന്നാൽ നിനക്ക് ചെകുത്താന്റെ രൂപമാ. പറയുന്നതിനൊപ്പം ഒന്നുകൂടി കൊടുത്തു മാഷ്. അച്ഛാ? ആടാ, നിന്റെ അച്ഛനാ. നിനക്ക് നിന്റെ മോളെ തല്ലാമെങ്കിൽ എനിക്ക് നിന്നെയും തല്ലാം. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തല്ലിവെച്ചും ബഹളമുണ്ടാക്കിയും മാഷച്ചൻ അവന്റെ മനസ്സിനെ നേരെയാക്കി. ഒപ്പം അതുവരെ മരണവീട് പോലെ കിടന്ന വീടിന്റെ അന്തരീക്ഷത്തിലും എവിടെയൊക്കെയോ അവരുടെ ആ സംസാരം സന്തോഷം കൊണ്ടുവന്നു. മനസ്സൊരൽപ്പം ശാന്തമായതിനു ശേഷമാണ് ഹരി അച്ഛന്റെ മുറിക്കുള്ളിലേക്ക് ചെന്നത്. കണ്ണുകൾ ആദ്യം തേടിയത് തന്റെ പൊന്നോമനെയും. അച്ഛന്റെ കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കമാണ് ആള്. അത്രത്തോളം കരഞ്ഞിട്ടുണ്ട്. അവൻ അടുത്തേക്ക് ചെന്നിരുന്ന് ആ ചുവന്ന പാടുകളിൽ മെല്ലെ തഴുകി. അറിയാതെ തന്നെ അവന്റെ കണ്ണുനീരിറ്റു വീണത് കുഞ്ഞിന്റെ കാൽപാദത്തിലേക്കാണ്. അച്ഛാ, ഇന്ന് അച്ഛാടെ പൊന്നിനെ ഒരുപാട് തല്ലിയല്ലേ? പോട്ടടാ, അച്ഛന്റെ കുഞ്ഞിന് ഒരുപാട് കുരുത്തക്കേട് കാണിച്ചിട്ടല്ലേ? ഇനി ഇങ്ങനെയുള്ള കുരുത്തക്കേടൊന്നും അച്ഛന്റെ പൊന്ന് കാണിക്കല്ലേ. അച്ഛന്റെ നല്ല മോളല്ലേ. ഓരോ വാക്കും പറയുന്നതിനൊപ്പം തന്നെ അവന്റെ സ്വരം ഇടറുകയും കണ്ണു നിറഞ്ഞൊഴുകുകയും ചെയ്തു. പക്ഷേങ്കിൽ ഇതൊന്നും അറിയാതെ ഒരു സുന്ദരി ആ നിമിഷവും കിടന്നുറക്കമായിരുന്നു. മതി ഹരി, ഇത് കുറെ നേരമായില്ലേ. തോളിലമർന്ന കൈ അച്ഛന്റെ കൈയല്ലെന്ന് മനസ്സിലായപ്പോഴാണെന്ന് തോന്നുന്നു അവൻ രണ്ട് കണ്ണുകളും തുടച്ച് തിരിഞ്ഞു നോക്കി ശ്രീധരനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ശ്രീധരൻ മാമൻ ഇവിടെ? അവിടെ നിന്നും കുഞ്ഞിനെ എടുത്തുള്ള നിന്റെ പോക്ക് കണ്ടതും വീട്ടിലിരിക്കുന്ന രണ്ടുപേരും പിന്നെ മനസമാധാനം തരുമോ? അങ്ങനെ കുഞ്ഞിനെ നോക്കി ഇറങ്ങിയതാണ്. മോള് ഉറങ്ങുവാ മാമ? ഉറങ്ങിയതിന്റെ കഥയൊക്കെ ഞാൻ അറിഞ്ഞു. അത് പറയുമ്പോൾ ആളുടെ മുഖത്ത് കണ്ട ഗൗരവം പിന്നെയും കൂടി എന്ന് മനസ്സിലായതും അവന്റെ മിഴികൾ താഴ്ന്നു. അവള് ഒരുപാട് ചെറുതല്ലേ ഹരി. ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെയാണോ നീ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി? വെളുത്ത കാൽത്തുടയിലെ ചുവന്ന വരകളിൽ അദ്ദേഹത്തിന്റെ വിരലും ഒന്നോടി. അത് പിന്നെ മാമ, പറയാൻ നിനക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകും ഹരി. പക്ഷെ അതൊന്നും ഇത്രത്തോളം വരുത്തില്ല. കുഞ്ഞിനെ തല്ലിയതൊട്ടും ഇഷ്ടപ്പെടാത്ത പോലെ അദ്ദേഹം മോളുടെ കാൽത്തുമ്പിൽ മെല്ലെയൊന്ന് മുത്തി ഹരിയെ ദേഷ്യത്തോടെ നോക്കി. പിന്നെ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ദേഷ്യത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന ശ്രീധരനെ കണ്ടപ്പോൾ തന്നെ മാഷിന് കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായിരുന്നു.
എന്താടോ, വന്നതുപോലെയല്ലല്ലോ പോക്ക്? കൂട്ടുകാരനെ തടഞ്ഞു നിർത്തി ചോദിക്കുമ്പോൾ അയാളുടെ തീക്ഷ്ണമായ നോട്ടത്തിൽ മാഷ് ചിരിക്കുകയാണ് ചെയ്തത്. താൻ ഇവിടെ ഉണ്ടായിട്ടാണോടോ എന്റെ കുഞ്ഞിനെ അത്രയും തല്ലിയപ്പോൾ? ദേഷ്യം കൊണ്ട് ശ്രീധരൻ മാഷിന് എന്തു പറയണമെന്ന് പോലും മനസ്സിലായില്ല. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കൊള്ളില്ല എന്നല്ലേ? അതുപോലെ തന്ത രണ്ടടിയടിച്ചാലും കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റില്ലടോ. എടോ, പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അവനെ. ഇനി ഇതുപോലൊന്നും അവൻ ആവർത്തിക്കില്ല. ശ്രീധരന്റെ തോളിൽ തട്ടി അത്രയും പറയുമ്പോൾ വാതിലിൽ കുനിഞ്ഞു നിൽക്കുന്ന മകന് നേരെയും ഒരു നോട്ടം നോക്കാൻ അദ്ദേഹം മറന്നില്ല. അതേ നോട്ടത്തിന്റെ പിന്നാലെയായി മറ്റൊരു തീക്ഷ്ണമായ നോട്ടവും അവനെ തേടിയെത്തി. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ അച്ഛനും അമ്മയും ഒക്കെ ശിക്ഷിക്കും. പക്ഷെ ഇത്രയും വേണ്ട കേട്ടോ ഹരി. ഇതൊക്കെ ആദ്യമായോണ്ട് ഞാനങ്ങ് ക്ഷമിക്കുക. ഇനി നിനക്ക് എപ്പോഴെങ്കിലും തല്ലാൻ തോന്നുമ്പോൾ ഒരു ഈർക്കിലി കൊണ്ടല്ലാതെ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് വല്ല പാടും വീണാൽ അന്ന് ഞാൻ എന്റെ പൊടിക്കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരിക്കൽ കൂടി അവനെ ദേഷ്യപ്പെട്ട് നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തിറങ്ങുമ്പോൾ ഹരിക്ക് സങ്കടവും അതിലപ്പുറം അമ്പരപ്പുമായിരുന്നു. എന്താടാ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്? അഴക്കത്ത് കിടന്നുറങ്ങുന്നവൾക്ക് നേരത്തെ നമ്മൾ രണ്ടും മാത്രമേ അവകാശികൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ദേ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നുമോനൊന്ന് സൂക്ഷിച്ചോ. തോളിൽ തട്ടി അദ്ദേഹം പറയുമ്പോൾ ഹരിയും തിരിച്ചറിയുകയായിരുന്നു തന്റെ മകൾക്ക് അവകാശികൾ കൂടിയത്. എന്തായി മാമ, മോളെ കണ്ടോ? സീത എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ മണിക്കുട്ടിയാണ് ഓടിയെത്തി ആ കൈകളിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചത്. കണ്ടു, കുഞ്ഞു കിടന്നുറങ്ങുകയാണ്. ഇപ്പോഴോ? അവളുടെ കണ്ണിൽ സംശയം നിഴലിച്ചു. അതിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എപ്പം വേണമെങ്കിലും കിടന്നുറങ്ങിക്കൂടെ മണിക്കുട്ടി? അല്ല സീതമ്മേ, ഇവിടെ നിന്നും അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കി പോയിട്ട്. കുഞ്ഞി പിള്ളേരുടെ വഴക്കൊക്കെ എത്ര നേരത്തേക്കാ? അവിടെ ചെന്നപ്പോൾ ഹരി രണ്ടമിട്ടമിട്ടി കാണും. അത് കണ്ട് പേടിച്ച് പെണ്ണ് കിടന്നുറങ്ങിയതാവും. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് സീത അത് പറഞ്ഞതെങ്കിലും അതെന്തോ വിശ്വാസം ആവാത്ത പോലെ മണിക്കുട്ടി പിന്നെയും അവരെ നോക്കി. നീ അതൊക്കെ വിട്ടേ മണിക്കുട്ടി. കുറച്ചു മുന്നേ തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് കിടന്നതല്ലേ നീ? ആ പാലും കുടിച്ചിട്ട് ഒന്നുകൂടി കിടക്കൂ. ശരീരത്തിന്റെ ക്ഷീണം മാറിയാൽ പാതി അസുഖം മാറി. അത് സീതമ്മേ പൊന്ന്. നിന്റെ പൊന്ന്. അവൾ അവളുടെ അച്ഛന്റെ അടുത്ത് കിടന്ന് സുഖമായി സുന്ദരമായി ഉറങ്ങുകയാണ്. അതുപോലെ നീയും കുറച്ചു നേരം പോയി കിടക്ക്. ചെല്ല്. സീതമ്മേ. വല്ലാത്തൊരു ഹൃദയഭാരത്തോടെ അപ്പുറത്തെ വീട്ടിലേക്ക് കണ്ണു പായിച്ചുകൊണ്ട് അവൾ സീതയെ വിളിച്ചതും ശ്രീധരന്റെ ദേഷ്യപ്പെടലിൽ അവൾ പിന്നെയൊന്നും മിണ്ടാതെ അകത്തുപോയി കിടന്നു. കുഞ്ഞിനെ കണ്ടോ ശ്രീധരേട്ടാ? അവൾ അകത്തേക്ക് പോയി എന്നുറപ്പിച്ചതിന് ശേഷം സീത ചോദിക്കുമ്പോൾ അവിടെ പോയതും കണ്ടതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അയാൾ ഭാര്യയോട് പങ്കുവച്ചു. നല്ല പാടുണ്ടോ? ഈ ചെറുക്കനെന്തോ അത്രയ്ക്കും ബോധമില്ലായിരുന്നോ? സീതയുടെ ദേഷ്യം ഒരൽപ്പം ശബ്ദമായി പുറത്തേക്ക് വന്നതും ശ്രീധരൻ പെട്ടെന്ന് വായ പൊത്തിക്കൊണ്ട് അകത്തേക്ക് നോക്കി. ഇനിയിപ്പോ ആ കൊച്ചിനെ കൂടി നീ കേൾപ്പിക്കുമോ? നേരാ. ഇനി ഇതുകൂടി അറിഞ്ഞാൽ അവളുടെ ഉള്ള വയ്യായിക കൂടെ കൂടും. എന്നാലും ഹരിയെ കാണുമ്പോൾ ഞാൻ രണ്ട് പറയും കേട്ടോ. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ തൽക്കാലം ഇതൊന്നും അകത്ത് കിടക്കുന്ന പെണ്ണറിയണ്ട. കുഞ്ഞിന്റെ കാര്യം മണിക്കുട്ടിയോട് പറയുന്നെന്നും ഭാര്യ അദ്ദേഹം വിലക്കി. എന്താ ഹരി, കുറച്ചു നേരമായല്ലോ നീ പരിങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട്? 3-4 തവണയായി അടുക്കളയിൽ വന്നും പോയി നിൽക്കുന്ന മകനെ മാഷ് പിടിച്ചു നിർത്തി. അത് പിന്നെ അച്ഛാ. പോരട്ടെ. മാഷ് കയ്യിലിരുന്ന ചപ്പാത്തിക്കോല് സൈഡിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി കയ്യും കെട്ടി നിന്നു. ഇനിയിപ്പോൾ കുറച്ചു ദിവസത്തേക്ക് അച്ഛൻ മോളെ അപ്പുറത്തേക്ക് വിടണ്ട. അത് കേട്ടതും സംശയം പോലെ മാഷിന്റെ കണ്ണുകൾ കൂർത്തു. അല്ല, അവിടെ സീതാന്റിക്ക് വയ്യാത്തതുകൊണ്ട് സഹായത്തിന് ആരെങ്കിലുമൊക്കെ കാണും. അപ്പൊ പിന്നെ മോളുടെ എപ്പോഴുമുള്ള പോക്ക് അത് ശരിയായി വരണമെന്നില്ല. അതുകൊണ്ട് അച്ഛൻ മോളെ അവിടേക്ക് വിടണ്ട. തിരിച്ച് മാഷിന്റെ മറുപടി എന്തെങ്കിലും കേൾക്കും മുന്നേ തന്നെ അവൻ അടുക്കള വിട്ടു പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഹരി പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കാര്യം എന്താണെന്ന് പോലും മനസ്സിലാവാതെ നിന്ന മാഷിന്റെ മനസ്സിലേക്ക് പോകെ പോകെ ഓരോരോ കാര്യങ്ങൾ വ്യക്തമായി എത്തി. അവസാനം ഏകദേശം ഹരി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായതും മിഴികളിൽ നിറഞ്ഞു നിന്നത് താൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അഭിപ്രായം അറിയാൻ വേണ്ടി തന്നെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ആ 2 കണ്ണുകളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി കൂട്ടുകാരോടെല്ലാം ഞാൻ സോറി പറയണു. ഇനി കഥ മുടങ്ങാതിടാം. അപ്പോൾ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.